ഹലോ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് തകഴിയുടെ ചെമ്മീൻ എന്ന നോവലിനെ കുറിച്ചാണ്. തകഴി ശിവശങ്കരപിള്ള 1956 എഴുതിയ ഒരു മലയാള നോവലാണ് ചെമ്മീൻ. തകഴിയുടെ ചെമ്മീൻ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി 1965 രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രമാണ് ചെമ്മീൻ. മത്സ്യത്തൊഴിലാളിയുടെ മകൾ കറുത്തമ്മയും മത്സ്യമൊത്ത വ്യാപാരിയുടെ മകൻ പരീക്കുട്ടിയും തമ്മിലുള്ള പ്രണയത്തിന്റെ കഥ പറയുന്ന നോവലാണിത്. കേരളത്തിൽ തീരപ്രദേശങ്ങളിലെ മുക്കുവ കുടിലുകളിൽ അക്കാലത്ത് വ്യാപകമായിരുന്നുവെന്ന് നോവലിസ്റ്റ് കരുതുന്നത് സ്ത്രീ ചാരിത്രവുമായി ബന്ധപ്പെട്ട ഒരു പരമ്പരാഗത വിശ്വാസമാണ് നോവലിസ്റ്റ് കഥാതന്തു എന്ന് പറയുന്നത്. വിവാഹിതയായ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവ് മീൻ തേടി അഥവാ മീൻ പിടിക്കാനായി കടലിൽ പോകുന്ന സമയത്ത് വിശ്വാസവഞ്ചന കാട്ടിയാൽ കടലമ്മ ഭർത്താവിനെ കൊണ്ടുപോകും എന്നാണ് വിശ്വാസം. തീരപ്രദേശങ്ങളിൽ നിലനിന്ന ഈ ചിന്താഗതിയാണ് തകഴി നോവലിൽ ആവിഷ്കരിച്ചത്. ഈ നോവലിനെ അടിസ്ഥാനപ്പെടുത്തി രാമു കാര്യാട്ട് ഇതേ പേരിൽ തന്നെ ചലച്ചിത്രവും സംവിധാനം ചെയ്യുകയുണ്ടായി. നിരൂപക പ്രശംസയും വാണിജ്യ വിജയവും ഒരുപോലെ നേടിയ ഒന്നായിരുന്നു ചെമ്മീൻ എന്ന ചിത്രം. പ്രണയത്തിൻ്റെയും കാവ്യാത്മകതയുടെയും തെന്നൽ പോലെ വായനക്കാരെ തഴുകിയ തകഴിയുടെ ഈ നോവൽ റിയലിസത്തിൽ നിന്നുള്ള ഒരു തിരിഞ്ഞു നടത്തമായിരുന്നു. മുക്കുവ ജീവിതത്തിന്റെ വൈകാരികതകളെ സൂക്ഷ്മമായി അവതരിപ്പിക്കുന്ന നോവൽ എന്ന നിലയിൽ ഇത് മികച്ചു നിൽക്കുന്നു. മുക്കുവന്റെ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്ന് തുടങ്ങി ദൈനംദിന ജീവിതത്തിലെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെ വരെ തകഴി തന്റെ മാന്ത്രിക തൂലികയാൽ ജീവിപ്പിച്ചു നിർത്തുന്നു. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് കറുത്തമ്മ, കഥയിലെ നായിക; ചെമ്പൻകുഞ്ഞ്, കറുത്തമ്മയുടെ അച്ഛനാണ് സത്യസന്ധത ഇല്ലാത്തൊരു മുക്കുവൻ, പണം എന്നുള്ള ചിന്ത മാത്രം; ചക്കി, ചെമ്പൻകുഞ്ഞിന്റെ ഭാര്യ; പരീക്കുട്ടി, ചെമ്പൻകുഞ്ഞിന്റെ മകൾ കറുത്തമ്മയുമായി പ്രണയത്തിലാകുന്ന മത്സ്യവ്യാപാരി; പളനി, കറുത്തമ്മയുടെ ഭർത്താവ്; പഞ്ചമി, ചെമ്പൻകുഞ്ഞിന്റെ രണ്ടാമത്തെ മകൾ, അതായത് കറുത്തമ്മയുടെ അനിയത്തി. രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ചെമ്മീൻ എന്ന ചലച്ചിത്രം 1965 ഇന്ത്യൻ പ്രസിഡന്റിന്റെ സ്വർണ്ണ പതക്കം നേടി. ഷീല, മധു, കൊട്ടാരക്കര ശ്രീധരൻ നായർ, സത്യൻ, അടൂർ ഭവാനി, അടൂർ പങ്കജം തുടങ്ങിയവരൊക്കെ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായിരുന്നു. എസൽപുര സദാനന്ദ തിരക്കഥ എഴുതിയ ഈ ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ മാർക്കസ് വാറ്റ്ലി ആയിരുന്നു. ചിത്രസന്നിവേശം ഋഷികേഷ് മുഖർജിയും കെ ഡി ജോർജും നിർവഹിച്ചു. വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾക്ക് സലിൽ ചൗധരി ഈണം പകരുകയും മന്നാടെ, കെ ജെ യേശുദാസ്, പി ലീല എന്നിവർ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു. മന്നാടെ പാടിയ മാനസവൈനേ വരൂ, മധുരം നുള്ളിത്തരൂ എന്ന ഗാനവും കടലിനക്കര പോണോരെ, കാണാപ്പൊണ്ണിന് പോണോരെ എന്നീ ഗാനങ്ങളൊക്കെ ഇന്നത്തെ തലമുറയും ആസ്വദിക്കുകയും സ്റ്റേജ് ഷോകളിലും മറ്റും അവതരിപ്പിക്കാറുമുണ്ട്. അതിമോഹിയായ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകളായ കറുത്തമ്മയും ഒരു സമ്പന്നനായ വ്യാപാരിയുടെ മകൻ പരീക്കുട്ടിയും തമ്മിലുള്ള പ്രണയവും എന്ന രണ്ടുപേരും ഇതര മതക്കാരായതിനാലും അന്നത്തെ സദാചാര വ്യവസ്ഥകളുമൊക്കെ കറുത്തമ്മയും പരീക്കുട്ടിയെയും ഒന്നിപ്പിക്കുന്നില്ല. പരീക്കുട്ടി വള്ളവും വലയും വാങ്ങാൻ പണം കൊടുത്ത് സഹായിച്ചിട്ടും കറുത്തമ്മയുടെ ആർത്തിക്കാരനായ അച്ഛൻ ചെമ്പൻകുഞ്ഞ് പണം പോലും തിരികെ കൊടുക്കാതെ അനാഥനായ പളനിയെ കൊണ്ട് കറുത്തമ്മയെ കല്യാണം കഴിപ്പിക്കുന്നു. എന്നാൽ പളനിക്ക് കറുത്തമ്മയെ ഇഷ്ടമാണെങ്കിലും കറുത്തമ്മയും പരീക്കുട്ടിയും തമ്മിലുള്ള പ്രണയത്തെ നേരത്തെ അറിയാമായിരുന്ന പളനിക്ക് എപ്പോഴും കറുത്തമ്മയെ സംശയമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എപ്പോഴും വഴക്കായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. എന്നാൽ കറുത്തമ്മയുടെ ഉള്ളിൽ പരീക്കുട്ടിയോട് പ്രണയമുണ്ടെന്നറിഞ്ഞ പളനി മാനസികമായി തകർന്നു പോവുകയും വള്ളവും കൊണ്ട് ഉൾക്കടലിലേക്ക് പോവുകയും ചെയ്യുന്നു. ഈ സമയം പരീക്കുട്ടി കറുത്തമ്മയെ കാണാൻ കറുത്തമ്മ താമസിക്കുന്നിടത്തേക്ക് എത്തുകയാണ്. പിന്നീട് അവർ തമ്മിൽ ശാരീരികമായി അടുക്കുകയും ചെയ്യുന്നു. ഈ സമയം കൊമ്പൻ സ്രാവിനം പിടിക്കാനുള്ള ശ്രമത്തിൽ വള്ളം മറിഞ്ഞ് പളനി കടലിലെ ചുഴിയിൽപ്പെട്ട് മരിക്കുകയാണ് ഉണ്ടായത്. സിനിമ തീരുമ്പോൾ കാണുന്നത് കടൽ തീരത്ത് മരിച്ചു കിടക്കുന്ന കറുത്തമ്മയും പരീക്കുട്ടിയാണ്. പഞ്ചമി കറുത്തമ്മയുടെ കുഞ്ഞിനെയും എടുത്ത് ചേച്ചി ചേച്ചി എന്ന് വിളിച്ച് കടൽ തീരത്ത് കൂടി കരഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. അരയത്തികൾക്ക് നേരും നെറിയും നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിനാശമാണ് തകഴി തന്റെ നോവലായ ചെമ്മീനിൽ ക്ലൈമാക്സായി അവതരിപ്പിക്കുന്നത്. 1965 ദേശീയ ഫിലിം അവാർഡിനൊപ്പം രാഷ്ട്രപതിയിൽ നിന്ന് ഗോൾഡ് മെഡൽ കൂടി നേടിയ മികച്ച ചിത്രമായ ചെമ്മീന്റെ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. കറുത്തമ്മയും പരീക്കുട്ടിയും പളനിയും ചെമ്പൻകുഞ്ഞും ചക്കിയുമൊക്കെ ഇന്നും നമ്മുടെ മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. കറുത്തമ്മയായി ഷീലയും, പരീക്കുട്ടിയായി മധുവും, പളനിയായി സത്യനും, ചെമ്പൻകുഞ്ഞായി കൊട്ടാരക്കര ശ്രീധരൻ നായർ, ഇന്നത്തെ നടൻ സായ് കുമാറിന്റെ പിതാവ്, ചക്കിയായി അടൂർ ഭവാനിയും ഇവരൊക്കെ കഥാപാത്രങ്ങളെ ഉജ്ജ്വലമാക്കിയ ചിത്രമാണ് ചെമ്മീൻ.